എന്റെ മറ്റേ എന്റെ ഫേവറേറ്റ് പ്ലേസ് ബാത്റൂം. ഇട്ട തുണികൾ പോലും ഉണങ്ങാത്ത ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബ്രഷുകൾ ഉണങ്ങുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ടൂത്ത് ബ്രഷ് തന്നെ അണുക്കൾക്കുള്ള ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആവാതെ നിങ്ങൾ സൂക്ഷിക്കുക. അതിനായി ശ്രദ്ധിക്കേണ്ട 6 പോയിന്റുകൾ ഇതാ. ബ്രഷിങ്ങിന് ശേഷം ബ്രഷ് നല്ലപോലെ കുടഞ്ഞ് അതിലെ വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയി പോയി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഒരു ടവൽ വെച്ച് ഡ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്രൈറ്റ് ആയി ഹാങ് ചെയ്ത് വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് അവോയ്ഡ് ചെയ്യാം. ബാത്റൂം ആണല്ലോ നമ്മളുടെ ഫേവറേറ്റ് പ്ലേസ്. സോ ഇത് ഹ്യൂമിഡും നനവും ഉള്ളത് കാരണം ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആയത് കാരണം ബാത്റൂമിൽ നിങ്ങളുടെ ബ്രഷുകൾ വെക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. നല്ല ഡ്രൈ ആയിട്ടുള്ള വെന്റിലേഷൻ നല്ല പോലെയുള്ള ഒരു റൂമിൽ നിങ്ങളുടെ ബ്രഷുകൾ സൂക്ഷിക്കുക. 3 മാസം കൂടുമ്പോൾ നമ്മളുടെ ബ്രഷ് റീപ്ലേസ് ചെയ്യാൻ ഓർക്കണം. അതുപോലെ തന്നെ ഇതിനെ ഡിസിൻഫെക്ട് ചെയ്യാനായി നിങ്ങൾക്ക് ഒന്നുകിൽ ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെങ്കിൽ മൗത്ത് വാഷിലോ ബ്രഷ് ഒരു 30 സെക്കൻഡ്സ് മുക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ഡോണ്ട് ഷെയർ യുവർ ടൂത്ത് ബ്രഷ്. നോബഡി ലൈക്സ് ടു ഡു ഇറ്റ്, ബട്ട് ഡോണ്ട് ഡു ഇറ്റ്. ഇനി ഒരു ബോണസ് ടിപ്പ്, നമ്മളുടെ ടൂത്ത് ബ്രഷ് കവർ ഉപയോഗിച്ച് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കവറിൽ പെർഫറേഷൻസ് അല്ലെങ്കിൽ ഹോൾസ് ഉണ്ടെന്നും വെന്റിലേഷൻ മതിയാവോളം കടന്നു വരുന്നുണ്ടെന്നും ടൂത്ത് ബ്രഷ് എടുത്ത് വെക്കുന്നതിന് മുന്നേ അത് ഡ്രൈ ആണെന്നും മേക്ക് ഷുവർ ചെയ്യുക. സോ സ്റ്റേ ഹെൽത്തി ഇൻ ദിസ് മൺസൂൺ ക്ലൈമറ്റ്. താങ്ക് യു.